ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടിയും പഴവും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന നല്ല പുതുമയാർന്ന പലഹാരമാണ് നമ്മൾ റെഡിയാക്കുന്നത്. കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് വളരെ ഹെൽത്തിയായി റെഡിയാക്കുന്ന ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാകും. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. അതിനായി ആദ്യം തന്നെ കുറച്ച് ശർക്കര അലിയിച്ചെടുക്കാനായി 1/2 കപ്പ് ശർക്കര നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര മുഴുവനായും അലിഞ്ഞു വരുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് നമുക്ക് 2 പഴം ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ നന്നായി പഴുത്ത റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിനു പകരം നിങ്ങൾക്ക് ചെറുപഴം വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു പഴം ഇട്ട് അത് ഉടച്ചെടുത്ത ശേഷം നമുക്ക് രണ്ടാമത്തെ പഴവും ഇട്ട് അതും കൂടെ ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫൈനായി പൊടിച്ച അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർക്കാം. ഇത് ഇതുപോലെ അരിപ്പൊടിയും തേങ്ങയും പഴവും എല്ലാം യോജിച്ചു വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ചേർക്കാം. ഇനി ഇത് ചുട്ടെടുക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരാനായി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് ഉള്ളതെങ്കിൽ അത് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. വീണ്ടും നന്നായി ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ശർക്കര പനി ചേർക്കാം. ഇത് ഞാൻ മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ കട്ടകളൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും പരത്തി കൊടുക്കേണ്ടതില്ല. അല്പം കട്ടിയായി തന്നെയാണ് ഇത് നമ്മൾ ചുട്ടെടുക്കുന്നത്. ചുറ്റിലുമായി ഇതേപോലെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് കുക്കായി വന്നാൽ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും വേവിച്ചെടുക്കാം. ഇപ്പോൾ മുഴുവനായും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാനായി ഞാനൊരല്പം നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ മുകളിലായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം തേൻ കൂടെ ഇതേപോലെ മുകളിലായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പുതുമയാർന്ന ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായും ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.